നമുക്കിന്നേ ഈ കാർഡ്ബോർഡ് പേപ്പറിൽ കുറച്ച് ചില്ലും കഷ്ണം ഇട്ട് ചോദിക്കാമല്ലോ. എന്താവുമെന്നറിയില്ല. പക്ഷേണേ വരുന്നില്ല. അയ്യോ, പണി കിട്ടിയെന്ന് തോന്നുന്നു. പശ വരുന്നില്ല. ഈ പശ ആയാലും ഈ പശ എടുക്കണം. ആഹാ, ധാരാളമായി വരുന്നു. ഇത് ഞാൻ വഴിയിൽ നിന്ന് ഇറക്കിയതാണ് കേട്ടോ. പൊട്ടിക്കിടന്ന് ഏതോ ഒരു ഗ്ലാസ്സിൻ്റെ കാറിൻ്റെ ഏതോ ഒരു കുറച്ച് പ്രാണിയാണ് ഇങ്ങനെ കുത്തിയെടുത്തുകൊണ്ടത്. പൊട്ടിക്കാൻ വലിയ പാടൊന്നുമില്ല. ബട്ട് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പോരോന്നൊരു പേടിയുണ്ട്. വേഗം പൊട്ടിക്കാം. കല്ലിന് ഈ ചില്ലിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഇല്ലാത്ത കാരണം ഇതേത് ഷേപ്പിൽ വരുമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ ഒന്നായിട്ട് കിട്ടിയായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഫൈനൽ ലുക്ക് നോക്കാം. എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിലൊരു മുടി തത്തിക്കളിക്കുന്നുണ്ട്. പിന്നെ ചില്ലൊന്നും കിട്ടിക്കാൻ ആരും കളയണ്ട. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒട്ടിച്ച് വെച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വീണ്ടും വയ്ക്കാം. കാര്യം ചോദിച്ചാൽ നല്ല ആർട്ട് വർക്കോ അങ്ങനെ വല്ലതും പറഞ്ഞ് തടി തപ്പാലോ. വീഡിയോ ഇറങ്ങാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. ധാരാളം മുടി കൊഴിയുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മുടി പറന്ന് വന്ന് പണി തരുന്നുണ്ട്. എനിക്കിതിപ്പോൾ കണ്ടിട്ടേ നമ്മൾ ബീച്ചിൽ പോകുമ്പോൾ കല്ല് നിർത്തി വെച്ചിട്ടുണ്ടാവില്ലേ, വലിയ തിരയടിക്കണത്, അതാ ഓർമ്മ വരുന്നത്. ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ്. അവസാനത്തെ ലുക്കിൽ ഇതെന്താവും നമുക്ക് നോക്കാം. എന്തോന്നൊക്കെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നിട്ട് എന്തെങ്കിലും തോന്നുന്നത്? എനിക്കൊന്നും തോന്നുന്നില്ല. ചിലതൊക്കെ ഒഴുകി വരുന്നുണ്ട്. എന്നാലും നമ്മുടെ ഈ പശയ്ക്ക് എന്ത് പറ്റി?
പുതിയതാണേ, മരുന്നില്ല. ഇതിന് കാര്യമായിട്ട് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മോൻ വന്നിട്ട് ഈ ഭക്ഷണം ചോദിച്ചതാണ്. കിളിക്ക് 2 കാലുണ്ട്, കിളിക്ക് 2 ചിറകുണ്ട്. ഇതിപ്പോ ചിറകുണ്ടെന്നല്ല എഴുതിയേക്കണം, ചരക്കുന്ന ചിറക് മര്യാദക്ക് നോക്കി എഴുതും. വരുത്തരാലോ. ചിറകെന്ന് പറയുമ്പോ റായല്ലേ? ആ, ചെറുക് ഉണ്ട്. കിളിക്ക് ചിറകുണ്ട്, പറക്കാൻ പറ്റും. ഓക്കെ. പക്ഷെ മൊത്തം തെറ്റാൻ എഴുതിയേക്കണം. ഒന്നും കൂടി ശരിയാവാനുണ്ട്. ശരിയാവാനുണ്ട്. ഒന്നും കൂടി എഴുതിക്കൊണ്ടോ. ഇപ്പം നമ്മൾ എവിടെയാണ് ഗൈസ് പറഞ്ഞു നിർത്തിയത്? എൻ്റെ അടുത്ത് കുറച്ച് മിനുക്കണിയും കൂടി ഞാൻ ചെയ്യാം. ഇത് ഗ്ലാസ് പെയിൻ്റാണ് കേട്ടോ. തൽക്കാലത്തേക്ക് എൻ്റെ ബ്ലൂ മാത്രമേ ഉള്ളൂ കയ്യിൽ. അത് കാരണം ഞാൻ ബ്ലൂ മാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ചെറിയ ചെറിയ മിനുക്കണിനത് ചെയ്യുകയാണേ. നിങ്ങളടുത്തുണ്ടെങ്കിൽ ചെയ്താൽ മതി. ചിലതൊന്നും ഒട്ടാത്ത കാരണേ ഇളകുന്നുണ്ട് നല്ല രീതിക്ക്. നോക്കട്ടെ, ഒരു പച്ച കളറും കൂടി കിട്ടിയിട്ടുണ്ടേ. പച്ച നീല ഇതിനെ നമുക്ക് തൂത്തോട്ടിക്കണമല്ലോ കേട്ടോ. ഗ്ലാസ് പെയിൻ്റാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ആയിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. കാണാനായിട്ട് ഭംഗി വന്നാന്ന് എനിക്ക് തന്നെ ഒരു തോന്നൽ. ഓക്കെ, അപ്പം ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഇത് ഉണങ്ങിക്കാനിട നമുക്ക് നാളെ നോക്കിനി ബാക്കി.